ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ കാത്തിരുന്ന പ്രിക്കിൻ്റെ എയർ ഡ്രോപ്പ്, ഫസ്റ്റ് എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10 മന്ത് നീണ്ടു നിൽക്കുന്ന എയർ ഡ്രോപ്പാണ്. ഓരോ മന്ത് ഓരോ എയർ ഡ്രോപ്പ് ഇൻ ദ മന്ത് എൻഡിൽ വരുന്നതായിരിക്കും അവർ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. പക്ഷേ അത് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ടായത് മെയ് 8, മെയ് 10, അതായത് മെയ് ഫസ്റ്റ് വീക്കോട് കൂടിയാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആയപ്പോൾ തൊട്ട് ഈ പ്രൊജക്റ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, റെഫറൻസ് മാറ്റി വയ്ക്കി, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ പ്രൊജക്റ്റിനെ ഫസ്റ്റ് തൊട്ട്, കാരണം ഡെക്സ് സ്ക്രീനായിരുന്നു ഞാൻ. ഡെക്സ് എന്ന് പറഞ്ഞൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവിടെ കളിക്കുന്ന ഒരു പ്ലേ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ട്രേഡിംഗ് വഴി. സോ അവിടെ നിന്നാണ് എനിക്ക് പ്രിക്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതും ഞാൻ പ്രിക്കിൻ്റെ ഈ ഒരു ടാസ്കിലേക്ക് എത്തുന്നതും എയർ ഡ്രോപ്പിൻ്റെ ടാസ്കിലേക്ക് എത്തുന്നതും. അന്ന് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി അധികം ടാസ്കുകൾ വരാറുണ്ട്. ഒരു ദിവസം എന്നൊക്കെ 8-10 ടാസ്കൊക്കെ വരും. ആ ഒരു ടാസ്ക് കൊണ്ട് തന്നെ 2 മില്യൺ, 3 മില്യൺ, 10 മില്യനൊക്കെയാണ് അവർ കൊടുത്തിരുന്ന പോയിൻ്റൊക്കെ. അത്ര പേരുത്ത പോയിൻ്റാണ് അവർ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒപ്പം തന്നെ ട്രേഡിങ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബാച്ചിലുള്ള പിള്ളേരുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ടോപ്പ് 10 പൊസിഷനിൽ വരെ എത്തിക്കൊണ്ടിരുന്നവരാണ്. പിന്നീടാണ് ഈ പ്രോജക്റ്റ് വളരെയധികം ഫേമസ് ആവുകയും ഒരുപാട് പേര് ഈ പ്രോജക്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോഴും ഈ പ്രോജക്റ്റ് അത്ര വൈറലല്ല. ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള ടാപ്സ് അപ്പോൾ അതുപോലത്തെ ഗെയിം പോലെ ഒരു വൈറൽ ഗെയിം അല്ല ഇപ്പോഴും നിങ്ങൾ ഒരു ഏർലി സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1 എയർ ഡ്രോപ്പ് കഴിഞ്ഞു ഓൾറെഡി. ബട്ട് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. സോ നിങ്ങളിൽ പലരും ജൂൺ മാസം പകുതിയോട് കൂടിയൊക്കെയാണ് പ്രിക്കിലേക്ക് കയറി തുടങ്ങിയത്. സോ ആ സമയത്ത് കയറി തുടങ്ങിയപ്പോൾ തൊട്ട് അധികം ടാസ്കുകളൊന്നും ഇതിൽ വരാറില്ല. വെൻ കമ്പയറിങ് ടു ദി ഇനീഷ്യൽ ടൈം, അതായത് സ്റ്റാർട്ടിങ്ങിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് ടാസ്കുകളാണ് വരാറുള്ളത്. അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അത്യാവശ്യം മാർക്കറ്റിലൊക്കെ അറിഞ്ഞു ഒരു ലിസ്റ്റിങ്, ഒരു കമ്പാനിയും കിട്ടി, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാർക്കറ്റിങ്ങിന് കൊടുക്കുന്ന ഫണ്ട് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ത് ടാസ്കുകളൊക്കെ വളരെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കുക. പെട്ടെന്ന് തുടങ്ങിയൊരു പ്രൊജക്റ്റ് അല്ല, 1 മന്ത് കഴിഞ്ഞു. ഓക്കെ, ഏത് എയർ ഡ്രോപ്പിനായാലും അത് ഏർലി ആയിട്ട് കളിക്കുന്ന ആൾക്കാരുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എയർ ഡ്രോപ്പിൻ്റെ ഇൻഫർമേഷനിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഞാനെക്കുറിച്ച് ഒന്നുകൂടി പറയുകയാണ് എന്താണ് സംഭവം. അതായത് ഇവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എയർ ഡ്രോപ്പിൻ്റെ ടാസ്ക് എന്തൊക്കെയാണ്. ഏൺഡ് എത്രയോ കോടി പ്രിക്ക് നിങ്ങൾക്ക് ഗെയിമിലുണ്ട്. ബട്ട് ഇതായിരിക്കുമോ ഞാൻ റിച്ച് ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നോട്ട് ക്വൈറ്റ്, ദീസ് ആർ ജസ്റ്റ് ഗെയിം പോയിന്റ്സ്, നോട്ട് റിയൽ ക്രിപ്റ്റോ. ദ ടോട്ടൽ പ്രൈസ് പോൾ വിൽ ഡിവൈഡ് അക്കോർഡിംഗ് ടു ദ പെർസെൻറ്റേജ് ഓഫ് എഫേർട്ട് പുട്ട് ഇൻ ടു ദ പ്രോജക്റ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് എഫേർട്ട് പുട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്താണ് നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്കുകൾ അവരുടെ പ്രൊജക്റ്റിനെ എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക, അവരുടെ പ്രൊജക്റ്റിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക, ട്വീറ്റിന് ലൈക്ക് ചെയ്ത്, ഇതൊക്കെയാണ് അവരുടെ പ്രൊജക്റ്റിനെ ആൾക്കാരിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടാസ്ക്കാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ നിങ്ങളുടെ കോയിൻ ബാലൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്. അവർ ഓൾറെഡി ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇത് ഓൾറെഡി അടുത്ത കേസ് പറയുന്നത് ഇവിടെയാണ് ഈ പ്രൊജക്റ്റിന് ഏറ്റവും എനിക്ക് ഗുഡായിട്ട് തോന്നുന്നത്. അതായത് ഇഫ് എവരിയും ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോയിൻസ് വിൽ ഇറ്റ് ക്യാഷ് ദ പ്രൈസ്. എല്ലാവർക്കും ഇത്ര കോയിൻസ് കിട്ടി കഴിഞ്ഞാൽ ഈ പ്രൈസ് ക്രാഷ് ചെയ്യുമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും കൂടി വിൽക്കില്ലേ. അതിനാണ് പറയുന്നത് എയർ ഡ്രോപ്പ് സൊളാന ടോക്കൺസിലായിരിക്കും കൊടുക്കാൻ പോകുന്നത്. അതായത് സൊളാന ടോക്കൺസും മിനിമൽ എമൗണ്ട് ഓഫ് പ്രിക് ടോക്കൺ, ഇത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൺലി ഹൂ പ്ലേസ് ആക്റ്റീവ്ലി കംപ്ലീറ്റഡ് ടാസ്ക് ആരൊക്കെയാണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമാണ് ഈ എയർ ഡ്രോപ്പിൽ ഏറ്റവും അർഹതയും ഏറ്റവും വാല്യൂ ഉള്ളത്. അപ്പോൾ ഇവർ ഓൾറെഡി ഇത് കഴിഞ്ഞ ജൂൺ 15 ഇട്ടിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇവർ എയർ ഡ്രോപ്പിൻ്റെ ന്യൂസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ സമയം നമ്മുടെ 2 മണി AM വന്നിരുന്ന ഒരു ന്യൂസാണിത്. അതായത് അവരുടെ പോസ്റ്റാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 200 സൊളാനയാണ്. ഒരു സൊളാനയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില $144 ഉണ്ട്. ഇപ്പോൾ 200 സൊളാന ടോക്കണാണ് ഫോർ ഓൾ ആക്റ്റീവ് യൂസേഴ്സ് ഹു കംപ്ലീറ്റഡ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടാസ്ക്. അതായത് ടാസ്കുകളിൽ ഹാഫ് എങ്കിലും, അതായത് 100 ടാസ്ക് ഉണ്ടെങ്കിൽ 50 ടാസ്ക് എങ്കിലും കംപ്ലീറ്റ് ആയ ആളുകൾക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്, 200 സൊളാന ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരു റാങ്കിങ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് ഓരോ റാങ്കിൽ കിടക്കുന്നുണ്ടാവും. അടുത്ത് പറഞ്ഞത് ബോണസ് ഫോർ ടോപ്പ് 100, അതായത് ആദ്യത്തെ 100 ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, 1000 പ്രിക്ക് കൊടുക്കും. 101ലും 200 ആൾക്കാർക്ക് 500 പ്രിക്ക് കൊടുക്കും. 201 മേലുള്ള ആൾക്കാർക്ക് 50 പ്രിക്ക്. പിന്നെ പാർട്ടിസിപ്പേഷൻ, അതായത് നിങ്ങൾ ഇനഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 10 പ്രിക്ക്. നിങ്ങൾ ഒരുപാട് പേര് ഈ പ്രൊജക്റ്റിൽ വൈകി വന്നവരായിരിക്കും. ജൂൺ പകുതി, ജൂൺ അവസാനമൊക്കെ ആയിട്ട് കയറി വന്നവരായിരിക്കും. നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവസാനം വന്ന് കളിച്ച ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ കിടന്ന് വിഷമിക്കരുത്. അയ്യോ എന്തിനാണ് ഞാൻ അത്ര നാൾ കളിച്ചത്, ഞാൻ ഇത്ര നാൾ അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, 10 പ്രിക്കല്ലേ കിട്ടിയത്
കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. കാരണം ഇത് ഫസ്റ്റ് എയർ ഡ്രോപ്പാണ്, നിങ്ങൾ ലേറ്റായിട്ട് വന്നതാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ, ഏതൊരു പ്രൊജക്റ്റിലും ലേറ്റായി വരുന്നതിനേക്കാളും നല്ലത് നമ്മളൊക്കെ ഇതുപോലെ ഇൻഫോം ചെയ്യുമ്പോൾ, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൊക്കെ ഇൻഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക, പ്ലേ ചെയ്യുക. എന്നാൽ നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് പറഞ്ഞാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കേസാണ് പ്രൊവൈഡ് യുവർ സൊളാന വാലറ്റ് അഡ്രസ് ടു റിസീവ് ദ എയർ ഡ്രോപ്പ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്യരുത്. കാരണം ഈ വീഡിയോയിൽ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതാണ്. സോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പറയാം. ആഡ് യുവർ വാലറ്റ് ബൈ ജൂലൈ 2 ആഫ്റ്റർ ദിസ് വിഡ്രോവൽ വിൽ ബി ക്ലോസ് ആൻഡ് ദ സ്റ്റാറ്റസ്. അതായത് ജൂലൈ 2, അതായത് നാളേക്കുള്ളിൽ ഈ വാലറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, വിഡ്രോവൽ ക്ലോസ് ആക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും നന്നായി സ്റ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടിപ്ലൈ ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കോയിൻ ഓടിക്കൊണ്ട് വിൽക്കാൻ നിൽക്കണ്ട, അതിന് പകരം എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ഇസ് ദ കീ. എപ്പോഴും ഇവരുടെ പോസ്റ്റിൽ പറയുന്ന കേസാണ്, എല്ലാവരും പറയുന്ന കേസാണ്, എല്ലാ കോയിൻസ് പറയുന്നതാണ്. നിങ്ങൾ ആ കോയിൻ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത എയർ ഡ്രോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ 10 എയർ ഡ്രോപ്പ് കഴിയുമ്പോൾ വിറ്റാൽ മതി. അതവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ഒന്നും പോകാൻ പോകണില്ല. 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആയി കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് തോന്നുന്നു 3 4 തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല. മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം എത്രയുണ്ടെന്ന്, ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള വോളിയം. അപ്പോൾ വി വിൽ ഇൻക്രീസ് ദ പ്രൈസ് പൂൾ ടു 400 സൊളാന. ഇപ്പോൾ ഉള്ളത് 200 സൊളാനയാണ്, അത് 400 സൊളാന ആയിട്ട് ഒരു കൂട്ടുന്ന പറഞ്ഞിരിക്കുന്നത്. ഓരോ എയർ ഡ്രോപ്പിലും അവർ ക്രൈറ്റീരിയ മാറ്റാം. അത് നമ്മുടെ അടുത്ത് മുന്നേ കൂട്ടി പറയില്ലല്ലോ. നമ്മുടെ അടുത്ത് ഹാംസ്റ്റർ കോമ്പാർ നമ്മുടെ അടുത്ത് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ടാ ഇല്ല. അപ്പോൾ ഓരോ എയർ ഡ്രോപ്പിലും എന്ത് ചെയ്യും, ക്രൈറ്റീരിയ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര വരെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സൊളാന വാലറ്റ് അഡ്രസ്സ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. 2 എണ്ണം വന്നിട്ടുണ്ട്, ഫാൻഡവും സോൾഫ്ലെയറും. ഞാൻ ഉപയോഗിക്കുന്നത് ഫാൻഡമാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സോൾഫ്ലെയർ ഉപയോഗിക്കാം. ഫാൻഡമാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഫാൻഡത്തിൽ തന്നെയാണ്, ഡെക്സിലൊക്കെ. അപ്പോൾ ഫാൻഡം വാലറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുക. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഫാൻഡം വാലറ്റ് സെർച്ച് കഴിഞ്ഞാൽ ഫാൻഡം വാലറ്റ് കിട്ടും. അതെന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് ക്രിയേറ്റ് ന്യൂ വാലറ്റ് ഉണ്ടാവും, ഇമ്പോർട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് ഉണ്ടാവും. ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾക്ക് ഏതൊരു വാലറ്റ് നിങ്ങൾ ഏതെങ്കിലും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫ്രേസ് കീ കിട്ടും. ആ ഫ്രേസ് കീ നിങ്ങൾ എവിടെയെങ്കിലും ബാക്കപ്പ് ചെയ്ത് എടുത്ത് വെക്കണം. നിങ്ങളുടെ ഫോൺ ഇൻ കേസ് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുക, ഫോൺ അടിച്ചു പോയി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ആ ഫ്രേസ് കീ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റിംഗ് വാലറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ ഡിവൈസ് ഓതൻറ്റിക്കേഷൻ കൊടുത്തു, ഞാൻ നെക്സ്റ്റ് വേണ്ടെന്ന് പറയുന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇമ്പോർട്ട് പ്രൈവറ്റ് കീ, ഇമ്പോർട്ട് സീക്രട്ട് റിക്കവറി ഫേസ്. ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഇമെയിൽ ID കൊടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഫ്രേസ് കീ. നിങ്ങളുടെ റിക്കവറി ഫ്രേസ് കീ ഇവിടെ അടിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ വാലറ്റ് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. ഞാൻ വീണ്ടും പറയുകയാണ്. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിങ്ങിൻ്റെ ഉണ്ട്, പക്ഷേ ഞാൻ പുതിയത് ഉണ്ടാക്കി കാണുന്നത്. ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ വേണമെങ്കിൽ ഡിവൈസ് ഓതൻറ്റിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡോ സാധനങ്ങൾ ഏത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഡിവൈസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഐഡിയോ അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്താണ് ഇപ്പോൾ അടുത്ത് തുറന്നു വന്നത് എൻ്റെ റിക്കവറി ഫ്രേസ് ആണ്. ഇവിടെയാണ് എൻ്റെ റിക്കവറി ഫ്രേസ് വന്നത്. ഇത് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അത് കോപ്പി ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ കീപ്പ് നോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ഓർഡറിൽ 1 ഈ പേര്, 2 ഈ പേര്, ഇത് നമ്മുടെ പാസ്വേഡ് പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത് എടുത്ത് വെച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഓക്കെ സേവ് ഇറ്റ് സംഭവം എന്നടിച്ചതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അടിക്കുന്നു. അവർ വീണ്ടും ചോദിക്കുന്നു നിങ്ങൾ റിക്കവർ ഫേസ് ചെയ്തോ, യെസ് എന്ന് കൊടുക്കുന്നു. ഞാനത് ബ്ലറാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ വാലറ്റിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ വാലറ്റ്. നമ്മൾ എന്ത് ചെയ്തു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തു. ഇവിടെയാണ് നമ്മുടെ വാലറ്റിലേക്ക് വന്നത്. ഞാൻ നോട്ട് നമ്പർ കൊടുത്തേക്കാണ്, അണ്ടർസ്റ്റുഡ്. ഇതാണ് നിങ്ങളുടെ ഇതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഞാൻ ഇപ്പോൾ തരാം. അതായത് ഈ ഒരു പൊസിഷനിൽ എന്താണ് നിങ്ങളുടെ ബാലൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ബാലൻസ് ആണ് നിങ്ങളുടെ ടോട്ടൽ എത്ര പലതരം കോയിൻസ് ഉണ്ടാകും. ആ ടോട്ടലുള്ള കോയിൻസിൻ്റെ US ഡോളറിലുള്ള വാല്യൂ ആയിരിക്കും ഈ ടോട്ടൽ കാണുക. ഇവിടെ റിസീവ് കാണാം, സെൻഡ് കാണാം, സ്വാപ്പ് കാണാം, ബൈ കാണാം. ഇത് ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. നമുക്ക് വഴിയെ നമ്മൾ ക്രിപ്റ്റോ പഠിച്ചിരിക്കുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേസിക് ആയിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീവ് എന്ന് പറയുന്ന സാധനമാണ്. കാരണം ഫാൻഡം എന്ന് പറഞ്ഞ വാലറ്റ് സൊളാനയുടെ ഒരു ഒതൻറ്റിക് പോലത്തെ വാലറ്റാണ്. അപ്പോൾ ഞാനിവിടെ റിസീവ് എന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും സൊളാന എന്ന് പറഞ്ഞ അഡ്രസ്സ് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് എയർ ഡ്രോപ്പിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, സൊളാന വാലറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ മേലെ കാണുന്ന എതീറിയം, പോളിഗോൺ, ബിറ്റ്കോയിൻ എന്നല്ല, സൊളാന വാലറ്റിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക, വെറുതെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണാം, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും, കോപ്പി ചെയ്തു. ഈ അഡ്രസ്സാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ സൊളാന അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തു. ഇനി അടുത്ത് നമുക്ക് എവിടേക്ക് പോകേണ്ടത്, പ്രിക്കിലേക്കാണ് പോകുന്നത്. അവിടെ എങ്ങനെയാണ് അവസ്ഥ നമുക്ക് പോയി നോക്കാം.
ഞാൻ എൻ്റെ പ്രിക്ക് തുറന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാലൻസ് ഫുള്ള് റീസെറ്റ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? പുതിയ സീസണാണ് തുടങ്ങിയത്. സെക്കൻഡ് സീസണാണ്. ഇവിടെ സ്റ്റാക്കിംഗ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് വരാൻ പോകുന്നേ ഉള്ളൂ. കമ്മിങ് സൂൺ എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് പറയാം. ടാസ്കുകൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ ടാസ്കുകളൊന്നുമില്ല. കംപ്ലീറ്റ് ടാസ്കുകൾ കാണാൻ പറ്റും. ഞാൻ ഒത്തിരി അധികം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ അവിടെ കാണാൻ പറ്റും. അടുത്ത ലീഡേഴ്സ്, ഇപ്പോഴത്തെ ലീഡർ ബോർഡാണ് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. അടുത്താണ് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ. ഇവിടെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എയർ ഡ്രോപ്പ്. അതായത് യുവർ പൊസിഷൻ 127th പ്ലേസാണ് എൻ്റെ പൊസിഷൻ എടുക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 0.074 സൊളാനയാണ് എനിക്ക് കിട്ടിയത്. വലിയ എമൗണ്ട് ഒന്നുമല്ല. 0.074 സൊളാന പ്ലസ് 1400 പ്രിക്ക് ടോക്കൺസ് ആണ് എനിക്ക് ആകെ ഇതുവരെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ അവിടെ നിന്ന് ഓൾറെഡി എന്ത് ചെയ്തത്? എൻ്റെ സൊളാന അഡ്രസ്സിൻ്റെ റിസീവ് ബട്ടൺ നീക്കിയിട്ടുള്ള അഡ്രസ്സ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടണിൽ നിന്ന് കൃത്യമായിട്ട് നോക്കണം. ഫാൻറ്റം വാലറ്റിലെ ഏതാണ്, ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഫാൻറ്റം വാലറ്റിലെ റിസീവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സൊളാന എന്ന് പറഞ്ഞ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷമാണ് അതാണ് ഇവിടെ ഞാൻ കൊടുത്തത്. അതിനുശേഷം എന്ത് ചെയ്തു? ക്ലെയിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പ്ലീസ് കൺഫേം ദാറ്റ് യു ഹാവ് എൻറ്റർഡ് യുവർ Web3 വാലറ്റ് അഡ്രസ്. ഇഫ് നോട്ട് ഫണ്ട്സ് വിൽ ബി ലോസ്. ആർ യു ഷുവർ? അതായത് ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് എന്തായാലും പോകും. അപ്പോൾ ഇതാണെന്ന് കൺഫേം ആണെന്ന് ഉറപ്പിക്കുന്നു. ഞാൻ യെസ് കൊടുക്കുന്നു. ഔട്ട്പുട്ട് സക്സസ്ഫുൾ. ഫോർ സം ടൈം ദർ വിൽ ബി ടോക്കൺസ് ഓൺ യുവർ ബാലൻസ്. ഓക്കെ, താങ്ക്സ് കൊടുക്കുന്നു. ഞാൻ എയർ ഡ്രോപ്പ് സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സക്സസ്ഫുൾ എന്നാണ് എനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? ഇതിൻ്റെ ഓപ്ഷൻ പതുക്കെ അവരെന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരായിരിക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്റ്റേക്കിംഗ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അവർ വാക്ക് മാറ്റിയെന്നായിരിക്കും. സ്റ്റേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോയിൻ അവിടെ ഇട്ട് വയ്ക്കുന്നു. നമ്മളിങ്ങനെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഇട്ട് വയ്ക്കില്ലേ, അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കില്ല. അതുപോലെ തന്നെയാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം. കുറേ പേർക്ക് 10 പ്രിക്കായിരിക്കും കിട്ടുന്നത്. ഈ 10 പ്രിക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറുതെ വിഷമിച്ചിരിക്കരുത്. കാരണം ലേറ്റായിട്ട് വന്നതുകൊണ്ടാണ് കിട്ടിയത്. ഇനി ഒരു പ്രിക്കിൻ്റെ വില ഇപ്പോൾ നമുക്ക് എത്രയാണെന്ന് നമുക്ക് മാർക്കറ്റിൽ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മെക്സിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിക്ക് ഇവിടെ ഓൾറെഡി ട്രേഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ മെക്സിയിൽ വന്നപ്പോൾ ഇപ്പോൾ ഒരു പ്രിക്കിൻ്റെ വില വന്നത് 0.00394 ആണ്. ഇത് കണ്ട് ആരും പേടിക്കേണ്ട. കുറച്ച് വില പ്രൈസ് കുറഞ്ഞാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് ഓൾറെഡി കംപ്ലീറ്റ് മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ മാർക്കറ്റ് ഇനി BTC ഒക്കെ അപ്പാവ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോയിൻ എന്ത് ചെയ്യും? നല്ല രീതിയിൽ അപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കാം. ഒരു കോയിൻ്റെ വില എത്രയാണ്? നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ എത്രയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിന് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.003 എന്ന് പറയുന്നത് 0.26, അതായത് 26 പൈസ മാത്രമാണ് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി അതിന് നിങ്ങൾക്ക് കിട്ടിയ $10 പെർക്കല്ല കിട്ടുന്നതാണ്. 10 പെർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ എത്ര ഉണ്ടാവും? 2.5 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറയാം, ഓ ഇത്ര നാൾ കടന്ന് കുറേ കളിച്ചതിന് ശേഷം എനിക്ക് ആകെ കിട്ടുന്നത് 2.5 രൂപയാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ബാക്കിയുള്ള ഗെയിം പോലെ നിങ്ങൾ എത്ര എഫേർട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട്? വളരെ കുറച്ച് എഫേർട്ട് കൊടുത്തിട്ടുള്ളൂ. സോ ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജ് മാത്രമാണ്. അടുത്ത എയർ ഡ്രോപ്പിൽ തൊട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കോയിൻസ് അക്വയർ ചെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇനി എൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 0.26 ഇൻറ്റു 1400 എനിക്ക് കിട്ടിയത്. എനിക്ക് ആകെ കിട്ടിയത് 364 രൂപയാണ് എനിക്ക് പ്രിക്ക് വഴി കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ സൊളാന കോയിൻ്റെ വില നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന പ്രൈസ് വന്നത് 0.074 സൊളാനയായിരുന്നു. അതായത് 888 രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ. അതായത് എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് പ്രിക്കിൽ എനിക്ക് 1 മന്ത് കൊണ്ട് കിട്ടിയത് എത്രയായിരുന്നു? 888 പ്ലസ് 364, ഏകദേശം ഒരു 1100 അല്ലെങ്കിൽ 1200 രൂപയുടെ അടുത്താണ് എനിക്ക് കിട്ടുന്നത്. ടോട്ടൽ എനിക്ക് പ്രിക്ക് എന്ന ഗെയിം കളിച്ച് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഒരു 1 മന്ത് കൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ, ഒരു മാസം കൊണ്ട് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. ഒരു എയർ ഡ്രോപ്പ് ഞാൻ ഒരാൾ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കളിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അപ്ഡേറ്റ് എല്ലാം എന്തായാലും ഈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിങ്ങി മാർക്കറ്റിലേക്ക് വോളിയം കൂടുമ്പോൾ ഇവരെ പ്രൈസ് പോയിൻറ്റും കൂട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നിങ്ങൾക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, കൂടി ഇനി അടുത്തായിട്ട് എല്ലാവർക്കും ഡൗട്ടുള്ളത്, ഓക്കെ എനിക്കിതൊക്കെ കിട്ടി, ഞാനിതെങ്ങനെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുള്ള, ഞാൻ ഇതിനിപ്പോൾ എൻ്റെ വാലറ്റിലേക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഫാൻറ്റം വാലറ്റിൽ അതവിടെ ഇട്ട് വയ്ക്കാനേ പോകുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഫാൻറ്റം വാലറ്റിലേക്ക് വരുന്നു. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ സെൻഡ് എന്നൊരു ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ കോയിൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെൻഡ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സ് എടുക്കുന്നു. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. വൺസ് ഞാനിതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 10 പെർക്കിന് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഒന്നും കിട്ടാനില്ല. സോ നിങ്ങൾ അവിടെ തന്നെ വയ്ക്കുക. സ്റ്റേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാനായിട്ട് മാക്സിമം നോക്കുക. അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൺവേർട്ട് ചെയ്ത് USDT എന്ന് പറഞ്ഞൊരു ടോക്കൺ ആക്കി മാറ്റുന്നു. ഒരു സ്റ്റേബിൾ കോയിനാണ്. അതിനുശേഷം ആ സ്റ്റേബിൾ കോയിന് നമ്മൾ എന്ത് ചെയ്യുന്നു? P2P മാർക്കറ്റ് സെല്ല് ചെയ്തിട്ട് ഇന്ത്യൻ റുപ്പി ആയിട്ട് നമ്മുടെ ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാ ഒരു ലൈക്ക് തരാം. അങ്ങനെയാണെങ്കിൽ എനിക്കിതിനൊരു പ്രചോദനമാവും അടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് എയർ ഡ്രോപ്പിംഗ്. ബൈ.